ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ യൂണിറ്റിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. യൂണിറ്റ് 2 ഇരുന്നുണ്ട ഓണം. ചിദംബര സ്മരണയിലെ ഇരുന്നുണ്ട ഓണം എന്ന ഒരു ആത്മകഥയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഇരുന്നുണ്ട ഓണം എന്ന ആത്മകഥയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് പറയാം. ആരാണ് അദ്ദേഹം? അതായത് ആധുനിക മലയാള കവിതയിലെ ക്ഷുഭിത യൗവനത്തിൻ്റെ പ്രതീകമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകളും അനുഭവങ്ങളുടെ തീവ്രതയും അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രകടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് 18 കവിതകൾ, അതുപോലെ ഗസൽ, മാനസാന്തരം, ചിദംബര സ്മരണ, അനുഭവക്കുറിപ്പുകൾ. സവിശേഷത എന്ന് പറയുന്നത് ലളിതവും എന്നാൽ തീവ്രമായ ഭാഷയാണ്. പദസമ്പന്നമായ ഗദ്യമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കണ്ടിട്ടുള്ളത്. അമാവാസ്യയും ഒരു പ്രധാന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ. നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഭാഗത്തായിട്ട് തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചങ്ങപ്പുഴയ്ക്ക് ശേഷം മലയാള കവിതയിൽ ജനപ്രിയത ആർജിക്കുവാൻ കഴിഞ്ഞ കവിയാണ് ചുള്ളിക്കാട്. ആധുനിക കവികളിൽ ഏറ്റവും മുഴക്കവും മൂർച്ചയേറിയതുമായ ശബ്ദത്തിനുടമയാണ് ചുള്ളിക്കാട്. മനുഷ്യബന്ധങ്ങൾക്ക് സമൂഹത്തിൽ സംഭവിക്കുന്ന വിച്ഛേദങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രമേയങ്ങളാവുന്നു. അനുഭവത്തിൻ്റെ തീവ്രതയിൽ നിന്നാണ് കവിതയ്ക്ക് തെളിച്ചമേറുന്നത്. കവിതകളിൽ കാണുന്ന സംഭാഷണത്തിൻ്റെയും ആത്മഭാഷണത്തിൻ്റെയും സ്വാധീനം മറ്റു കവികളിൽ നിന്ന് ചുള്ളിക്കാടിനെ വേറിട്ട് നിർത്തുന്നു. നഷ്ടങ്ങളുടെ അശാന്തമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സജീവമായി നിൽക്കുന്നു. ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കവിയെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അറിയാനായിട്ട് ഈ ഒരു പ്രിക്കോസൈറ്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കിടക്കുന്ന പ്രിക്കോസൈറ്റ്സ് ഒന്ന് വായിച്ചാൽ തന്നെ ചില കാര്യങ്ങൾ നമുക്കിത് പിടികിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാഠഭാഗം എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വിശപ്പിൻ്റെ കാഠിന്യത്തെയും ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പർശിയായ ആത്മകഥയാണ് ഇരുന്നുണ്ട ഓണം എന്നതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കാണിക്കുന്നത്. 1978 ഒരു തിരുവോണ നാളിലാണ് കഥ നടക്കുന്നത്. വീടും നാടും ഉപേക്ഷിച്ച് പട്ടിണിയിലും പരിവട്ടവുമായി എറണാകുളം നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന കവിയെ നമുക്കിവിടെ കാണാം. മഹാരാജാസ് കോളേജിലെ തൻ്റെ സുഹൃത്തായ രാധാകൃഷ്ണൻ്റെ ഹോസ്റ്റൽ മുറിയിലായിരുന്നു അന്ന് കവിയുടെ താമസം. ഓണാവധിക്ക് ഹോസ്റ്റൽ അടച്ചപ്പോൾ കവിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കയ്യിൽ പണമില്ല, വിശപ്പ് സഹിക്കാനാവുന്നില്ല. ദരിദ്രനായ തൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ നൽകിയ 5 രൂപയുമായി അദ്ദേഹം നഗരത്തിൽ അലയുന്നു. ഹോട്ടലുകളെല്ലാം ഓണമായതുകൊണ്ട് തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ കവി ഒരു വലിയ വീടിന് മുന്നിലെത്തി അമ്മയെ കുറച്ച് ചോറ് തരുമോ എന്ന് ചോദിക്കുന്നു. വേഷം കണ്ട് ഒരു ഭിക്ഷക്കാരനാണെന്ന് കരുതിയ വീട്ടുകാർ അദ്ദേഹത്തിന് ഇലയിട്ട് സദ്യ വിളമ്പുന്നു. അപ്പോൾ വിശപ്പ് കാരണം ആർത്തി പാടില്ലെന്ന് കരുതിയിട്ടും കവി ആഹാരം ആർത്തിയോടെ തന്നെ വാരിക്കഴിക്കുന്നു. ആ വീട്ടിലെ ഒരു പെൺകുട്ടി കവിയെ തിരിച്ചറിയുന്നു. ഇത് ഭിക്ഷക്കാരനല്ല, ഞങ്ങളുടെ കോളേജിൽ കവിത ചൊല്ലാൻ വന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എന്നവൾ വീട്ടുകാരോട് പറയുന്നു. ആ നിമിഷം കവി അനുഭവിക്കുന്ന അപമാനം വിവരണാതീതമാണ്. എന്നാൽ അഭിമാനത്തേക്കാൾ വലുത് അന്നമാണ് എന്ന വലിയ യാഥാർത്ഥ്യം അദ്ദേഹം അവിടെ തിരിച്ചറിയുന്നു. ഇവിടെ ഈ ഒരു ആത്മകഥയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം ഒറ്റപ്പെടലാണ്, അല്ലേ? ദാരിദ്ര്യത്തിൻ്റെ ചിത്രമാണ് ഇവിടെ പ്രമേയമായിട്ട് വരുന്നത്. ഒറ്റപ്പെടലും അനുഭവിക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ചിത്രമാണ് ആദ്യം തന്നെ ഇവിടെ വരച്ചു കാട്ടുന്നത്. ആഘോഷങ്ങൾ നിറഞ്ഞ ഓണക്കാലത്ത് ഒന്നുമില്ലായ്മയുടെയും പട്ടിണിയുടെയും കൈപ്പേറിയ അനുഭവമാണ് അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നത്. രണ്ടാമത് ഒറ്റപ്പെടലാണ്. ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ മുറിയിൽ വിശപ്പും ആത്മസംഘർഷങ്ങളുമായി കഴിയുന്ന കവിയെ നമുക്കിവിടെ കാണാം.
പിന്നെന്താണ്, ചുള്ളിക്കാടിൻ്റെ വരികളിലെ തീക്ഷ്ണമായ ഭാഷ. ചുള്ളിക്കാടിൻ്റെ തനതായ ശൈലിയിൽ ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ ഒട്ടും മറകൂടാതെ അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ് പാഠഭാഗം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. അപ്പം ടെക്സ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കാം. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 3 ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ.